ആഗോള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിക് നാറ്റോ. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഈ സൈനിക സഖ്യം മിഡിൽ ഈസ്റ്റിലും തെക്കേ ഏഷ്യയിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഈ സഖ്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നത് ഇന്ത്യയുടെ സുരക്ഷാ നിരീക്ഷകരെയും നയതന്ത്ര വിദഗ്ധരെയും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഇസ്ലാമിക് നാറ്റോയുടെ വളർച്ചയും ലക്ഷ്യങ്ങളും ഇന്ത്യക്ക് എത്രത്തോളം ഭീഷണിയാണ് എന്നതാണ്. 2015 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ മുൻകൈയിലാണ് 40-ലധികം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ സൈനിക സഖ്യം നിലവിൽ വരുന്നത്. ഭീകരവാദത്തിനെതിരെ പോരാടുക, വിവരങ്ങൾ പങ്കുവെക്കുക, ആവശ്യമായി വന്നാൽ സംയുക്ത സൈനിക നീക്കങ്ങൾ നടത്തുക എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. പാകിസ്ഥാൻ മുൻ സൈനിക മേധാവി ഈ സഖ്യത്തിൻ്റെ കമാൻഡറായി ചുമതലയേറ്റതോടെയാണ് ഇസ്ലാമിക് നാറ്റോ എന്ന പ്രയോഗം ഏഷ്യൻ രാജ്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. പാകിസ്ഥാന്റെ ഈ ഉയർന്ന പങ്കാളിത്തം തുടക്കത്തിൽ ഇന്ത്യ വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. പാകിസ്ഥാന്റെ സൈനിക സ്വാധീനം ഈ സഖ്യത്തിൽ ശക്തമാകുമ്പോൾ അത് ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുമോ എന്നതായിരുന്നു പ്രാഥമിക ഭയം. പ്രത്യേകിച്ചും കാശ്മീർ വിഷയത്തിലും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിലും പാകിസ്ഥാൻ തങ്ങളുടെ നിലപാടുകൾ അന്താരാഷ്ട്ര വേദികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇസ്ലാമിക് നാറ്റോയെ ഇന്ത്യക്കെതിരായ ഒരു നയതന്ത്ര ആയുധമാക്കാൻ പാകിസ്ഥാൻ മുതിരുമോ എന്ന സംശയം തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ നയതന്ത്ര യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ ചരിത്രം വേറെയാണ്. ഇന്ത്യ ഈ വിഷയത്തെ കാണുന്നത് തികച്ചും പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. പ്രധാനമായും ഈ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളായ സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നിലവിലുള്ളത് എക്കാലത്തെയും ശക്തമായ നയതന്ത്രമായ പങ്കാളിത്തമാണ്. സാമ്പത്തിക, ഊർജ്ജ, സുരക്ഷാ മേഖലകളിൽ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലാണ്. കാശ്മീർ വിഷയം പൂർണ്ണമായും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാടിലേക്ക് സൗദിയും UAEയും എത്തിയത് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര വിജയമാണ്. മറ്റൊന്ന്, ഇസ്ലാമിക് നാറ്റോ എന്നത് പാകിസ്ഥാന് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതിൻ്റെ നിയന്ത്രണവും സാമ്പത്തിക പിന്തുണയും സൗദി അറേബ്യയുടെ കൈകളിലാണ്. ഇന്ത്യയുമായി കോടിക്കണക്കിന് ഡോളറിൻ്റെ വ്യാപാരവും നിക്ഷേപവുമുള്ള സൗദി അറേബ്യയോ UAEയോ പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ അജണ്ടകൾക്ക് ഈ വേദിയെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നത് ഉറപ്പാണ്. മേഖലയിലെ സമാധാനവും സാമ്പത്തിക വളർച്ചയും ആഗ്രഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ത്യ വലിയൊരു വിപണിയും വിശ്വസ്ത പങ്കാളിയുമാണ്. ഈ സഖ്യം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക ഭീഷണികൾക്കും ഭീകര സംഘടനകൾക്കുമെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയെയോ ആഭ്യന്തര കാര്യങ്ങളെയോ ലക്ഷ്യം വെച്ചുള്ള ഒരു ഇടപെടൽ ഈ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തികച്ചും വിരളമാണ്. പൂർണ്ണമായും അനാസ്ഥ കാണിക്കാൻ ഇന്ത്യക്കാവില്ല. സൈനിക തലത്തിൽ പാകിസ്ഥാന് ലഭിക്കുന്ന പരിശീലനങ്ങളും അറബ് രാജ്യങ്ങളുമായുള്ള പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറ്റങ്ങളും ഇന്ത്യ നിരന്തരം നിരീക്ഷിക്കേണ്ടതുണ്ട്. അറേബ്യൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നടക്കുന്ന സൈനിക നീക്കങ്ങളിൽ ഇന്ത്യ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാമിക് നാറ്റോ എന്നത് ഇന്ത്യക്ക് നേരിട്ടൊരു വലിയ സൈനിക ഭീഷണിയല്ല. ഇന്ത്യയുടെ ശക്തമായ വിദേശ നയവും ഗൾഫ് രാജ്യങ്ങളുമായുള്ള സവിശേഷ ബന്ധവും പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ തന്ത്രങ്ങളെ തടയാൻ പര്യാപ്തമാണ്. എങ്കിലും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സഖ്യത്തിൻ്റെ ഓരോ നീക്കവും ശ്രദ്ധയോടെ നിരീക്ഷിക്കുക എന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.